ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾ 25,000 രൂപയ്ക്ക് ഫോൺ മേടിക്കാനിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണുക. കാരണം 25,000 രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് താഴെ കിടിലൻ പെർഫോമൻസ് വരുന്ന കിടിലൻ ഡിസ്പ്ലേ, കിടിലൻ ബാറ്ററി ലൈഫ് എല്ലാം കിടിലൻ തരുന്ന ഐക്യുവിൻ്റെ പുതിയ മോഡൽ ഫോണുകൾ തീരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടാണ് കുറേ നാളായി ആമസോണിലെല്ലാം നോട്ടിഫിക്കേഷനൊക്കെ കിടക്കുന്നുണ്ട്. ഐക്യു Z9 സീരീസ് കമ്മിങ് സൂൺ എന്നും പറഞ്ഞ് 21-ാം തീയതിയിലാണ് ഇതിൻ്റെ ലോഞ്ച് വരുന്നത്. 2 ഫോണുകളാണ് വരുന്നത്. ഏകദേശം സിമിലർ ഡിസൈനും സിമിലർ പെർഫോമൻസും ഡിസ്പ്ലേയുടെ കാര്യത്തിലെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഈ 2 ഫോണുകളുടെ കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് നേരെ കിടക്കാം. ഐക്യുവിൻ്റെ Z9 സീരീസാണ്. Z9S, Z9S Pro എന്നിങ്ങനെ 2 വേരിയൻറ്റുകളാണ് വരുന്നത്. 2 ഏകദേശം സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. 25,000 രൂപയ്ക്ക് താഴെ കർവ്ഡ് ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ, സോണി ക്യാമറ ഇതെല്ലാം ആയിട്ടാണ് ഐക്യു സീരീസ് വരുന്നത്. എന്തായാലും ഐക്യു സീരീസ് നമുക്കറിയാം ഗെയിമിങ്ങിന് വേണ്ടി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആൻഡ്രോയിഡ് സ്കോറൊക്കെ വരുന്ന കിട്ടിലും ക്യാമറ അതുപോലെ തന്നെ കിട്ടിലും പെർഫോമൻസ് വരുന്ന ഫോണുകളാണ്. അതിൽ ഐക്യു Z9S പറ്റി ആദ്യം പറയാം. Z9Sലോട്ട് വരുമ്പോൾ 6.78 ഇഞ്ച് വരുന്ന 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. 1800 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. 120 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട V40 സീരീസ് ഉണ്ട്. ഈ ഒരു V40 സീരീസിൻ്റെ സിമിലർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. പക്ഷേ ക്യാമറയിൽ മൊത്തത്തിൽ മാറ്റം വരുന്നുണ്ട്. ബാക്കിയുള്ള ബാറ്ററി കപ്പാസിറ്റി എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ബാറ്ററി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റം വരുന്നുണ്ട്. പക്ഷേ ബാക്കിൽ നിന്നുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഏകദേശം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ V40 പോലെ തോന്നിക്കും. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നോക്കുകയാണെങ്കിൽ IP64 റേറ്റിംഗും MediaTekൻ്റെ Dimensity 7300 എന്ന് പറഞ്ഞ 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം കിടിലൻ പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ്. ഏകദേശം ഒരു 20,000 രൂപ റേഞ്ചിൽ തന്നെ ഐക്യുവിൻ്റെ തന്നെ Z9 എന്നിങ്ങനെ സീരീസിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അതുകൊണ്ട് ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ, അതായത് ഒരു 22,000 23,000 പ്രൈസ് റേഞ്ചിൽ തന്നെയായിരിക്കും ഐക്യു Z9S വരിക. ഇതൊരു 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വന്നിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ 7 ലക്ഷത്തിന് മുകളിൽ ആൻഡ്രോയിഡ് സ്കോർ വരുന്ന ഒരു പ്രോസസ്സറും കൂടിയാണ് ഈ ഒരു MediaTekൻ്റെ Dimensity 7300 എന്ന് പറഞ്ഞ പ്രോസസ്സർ. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്നതാണ്. ഫോണിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 7.49 mm തിക്നെസ് ആണ്. അതായത് ഐക്യു പറയുന്ന സെഗ്മെൻറ്റിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോണായിരിക്കും. അതായത് 5500 mAh ബാറ്ററി പ്ലസ് 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ഇതെല്ലാം കൂടി വന്നതിൽ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോണായിരിക്കും ഐക്യുവിൻ്റെ Z9S എന്നാണ് ഐക്യു പറഞ്ഞിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ Z9Sൽ വരുന്നത് ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 MB മെയിൻ സോണി IMX882 എന്ന് പറയുന്ന സെൻസറാണ്. ഈ സോണി IMX882 ആണോ ലിഥിയ 600 ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ സോണി IMX882 ആണ് ലിഥിയ 600-നേക്കാളും ബെറ്റർ ആയിട്ടുള്ള സെൻസർ. കാരണം കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള സെൻസറാണ്. കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജുകൾ തരുന്ന സെൻസർ തന്നെയാണ് സോണി IMX882. അപ്പോൾ സെൻസറിൻ്റെ കാര്യത്തിൽ അടിപൊളി തന്നെയാണ്. കാരണം ഐക്യു സീരീസ് Z9ൽ ഒരു കുഴപ്പമുണ്ടായിരുന്നത് ക്യാമറ അത്ര പോരെന്നായിരുന്നു. ബാക്കിയെല്ലാം പെർഫോമൻസ് ഡിസ്പ്ലേ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ സോണി IMX882 എന്ന് പറഞ്ഞ് നല്ല കട്ടിലൻ സെൻസർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4Kയിൽ OISൻ്റെ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 4Kയിൽ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ്. 5500 mAh ബാറ്ററിയും 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ആയിരിക്കും മിക്കവാറും ഇതിൽ തരിക. എത്ര വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും നമുക്ക് ഈ ഐക്യു Z9Sൽ കിട്ടുക. Z9S നമുക്ക് 2 കളർ വേരിയൻ്റാണ്. ഒന്ന് ഒനിക്സ് ഗ്രീൻ എന്ന് പറയുന്ന കളറും അതുപോലെ തന്നെ ടൈറ്റാനിയം മാറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രേ കളറൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 കളറുകളിൽ നമുക്ക് Z9S കിട്ടും. അടുത്ത Z9S Proയിലോട്ട് വരികയാണെങ്കിൽ Pro എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. വലിയ കാര്യമായ ഫീച്ചേഴ്സ് ഒന്നുമില്ല. സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 6.78 ഇഞ്ച് വരുന്ന 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ. ഇതിലൊരു പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. മറ്റേതിൽ വരുമ്പോൾ 1800 ആയിരുന്നത് ഇത് 4500 നിറ്റ്സ് വരെ ഉയർത്താൻ കഴിയുന്ന ഹൈ ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ. ഐക്യു പറയുന്നത് സെഗ്മെൻറ്റിൽ ഏറ്റവും ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതായത് 25,000 രൂപ താഴെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തരുന്ന അല്ലെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ തരുന്ന ഫോണാണ് ഐക്യു Z9S എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ Z9S Pro എന്ന് പറയുന്നത്. Z9S Proയിലാണ് ഈ 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഇവിടെ നമുക്ക് IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ മെയിൻ ക്യാമറ വന്നിരിക്കുന്നത് സോണി IMX882 എന്ന് പറയുന്ന സെയിം സെൻസർ തന്നെയാണ് വന്നിരിക്കുന്നത്. ലാർജ് ആയിട്ടുള്ള നല്ല അടിപൊളി സെൻസറാണ്. ഇവിടെ നമുക്ക് 4Kയിൽ OISൻ്റെ സപ്പോർട്ടെല്ലാം വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ ആയിട്ട് വന്നിരിക്കുന്നത് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളാണ്.
മൈക്ക IQ Z9s വന്നിരിക്കുന്നത് 2 MB പോർട്രേറ്റ് ലെൻസ് ആണ്. എന്നാൽ ഇവിടെ Z9s പ്രോയിലോട്ട് വരുമ്പോൾ 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും 25,000 രൂപയ്ക്ക് താഴെയാണ് IQ Z9s പ്രോയും വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. 25,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് 7 Gen 3. ഇതും 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. Adreno 720 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം അതായത് 8,20,000-ഓളം AnTuTu സ്കോർ വരുന്നുണ്ട്. ഇത്ര സ്കോർ ഇല്ല, പക്ഷേ ഈ IQ ഇതിന് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ ഇതിനെ ക്ലോക്ക് സ്പീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഒപ്റ്റിമൈസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടിക്കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്ര ഒരു സ്കോർ കിട്ടണമെന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ത്രോട്ടിലിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗെയിമിങ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പെർഫോമൻസ് സെഗ്മെൻറ്റിൽ തന്നെയായിരിക്കും IQ Z9s Pro വരുന്നത്. 5500 mAh ബാറ്ററിയാണ്. ഇവിടെ വരുമ്പോൾ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരിക്കും, അത് ഉറപ്പ് പറയുന്നുണ്ട്. അതായത് Z9 പ്രോയിലോട്ട് വരുമ്പോൾ 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. അതുപോലെ 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സർ വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 എന്ന് പറയുന്ന അടിപൊളി പ്രോസസ്സറും കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയുടെ കാര്യത്തിൽ സെയിം ആണ്, പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. Z9 പ്രോയിലോട്ട് വരുമ്പോൾ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതൊരു മാർബിൾ ഓറഞ്ച് എന്നിങ്ങനെ 2 വേരിയൻ്റ് ഉണ്ട്. അതിൽ ഈ ഓറഞ്ച് വേരിയൻ്റ് മിക്കവാറും ലെതർ ഫിനിഷ്ഡ് ആയിരിക്കും. മറ്റേ മാർബിൾ വേരിയൻ്റ് ഒരു പ്ലാസ്റ്റിക് ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുക. പോളികാർബണേറ്റ് ആയിരിക്കും മിക്കവാറും വരിക. പിന്നെ ഈ Z9 ആയാലും Z9 Pro ആയാലും രണ്ടും ഇറങ്ങുന്നത് 25,000 രൂപയ്ക്ക് താഴെയാണ്. അപ്പം നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. Z9sൻ്റെ പ്രൈസ് വരുന്നത്, അതായത് 128 GB പ്രൈസ് വരുന്നത് 21,000 രൂപയും 256 GB പ്രൈസ് വരുന്നത് 23,000 രൂപയും അതുപോലെ തന്നെ Z9s പ്രോയിന് വരുന്നത് 128 GB പ്രൈസ് വരുന്നത് 22,000 രൂപയും ഈ 256 GB പ്രൈസ് വരുന്നത് 24,000 രൂപയായിരിക്കും. അതായത് IQ പറയുന്നത് ഈ 3D കർവഡ് ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ ഫോണായിരിക്കും IQവിൻ്റെ Z9sഉം Z9s പ്രോയും. 25,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. 25,000 രൂപയ്ക്ക് താഴെ മറ്റൊരു ബ്രാൻഡിനും ഈ ഒരു 3D കർവഡ് ഡിസ്പ്ലേയും ഇത്രയും പെർഫോമൻസും തരുന്ന ഒരു സെറ്റപ്പ് ഇല്ല. അതിലെന്തായാലും IQ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോൺ എടുക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. 21-ാം തീയതിയിലാണ് ഇതിൻ്റെ ലോഞ്ച് വരുന്നത്. അപ്പോൾ ഈ ലോഞ്ച് എല്ലാം കണ്ട് റിവ്യൂസ് എല്ലാം കണ്ട ശേഷം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ ഇതാണ് IQ Z9s അല്ലെങ്കിൽ Z9s Pro എന്നിങ്ങനെ 2 ഫോണുകളെ പറ്റി പറയാനുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും.